ഈ ഫാൻസിന്റെ ഓരോ കാര്യങ്ങള് എന്താ ചെയ്യാലേ? സമി അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ. ഹലോ ഗൈസ്, ഞാൻ ഇന്നുള്ളത് വെസ്റ്റ് ബംഗാളിലെ കൊണ്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ശനി ഞായർ മാത്രം ഒരു 12 മണി വരെയുള്ള ഒരു ചെറിയൊരു മാർക്കറ്റ്. ഇതൊരു ഗ്രാമപ്രദേശത്ത് ആൾക്കാരെല്ലാം ചെറിയൊരു സ്ഥലത്ത് ഒത്തുകൂടി ചെറിയ രീതിയിൽ പച്ചക്കറിയും കാര്യങ്ങളെല്ലാം വിൽക്കുന്ന ഒരു സ്ഥലം. നോർമലി ഇവർ വിളവ് ചെയ്ത ഇവരുടെ സാധനങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്നുണ്ട്. തക്കാളി ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് അത്രയും നല്ല ഫ്രഷ്, അത്രയും നല്ല ക്വാളിറ്റി, നല്ല ഐറ്റംസ് നമുക്ക് ഫ്രഷ് സാധനം ഇവിടുന്ന് എന്തായാലും കിട്ടും. ഇപ്പൊ കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഈ രീതിയിൽ ചെറിയൊരു മാർക്കറ്റ്, എല്ലാ സാധനങ്ങളും ഇവിടെ ചെറിയ പൈസക്ക്. നമ്മളെ നാട്ടിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പച്ചക്കറിക്കെല്ലാം ഏകദേശം കുറച്ച് റേറ്റ് കുറവ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നാട്ടിൽ പച്ചക്കറി ഒന്നും വാങ്ങാത്തതുകൊണ്ട് അതിനെ കുറിച്ച് അറിയില്ല അവിടുത്തെ റേറ്റും കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിങ്ങനെ ഫോണും പിടിച്ചിങ്ങനെ വീഡിയോ എടുക്കുന്നിട്ട് ആളിങ്ങനെ ചോദിക്കുന്നത് എന്താണ്, എവിടെയാ നിങ്ങളെ സ്ഥലം എന്നല്ലോ. കേരളം എന്ന് പറയുമ്പോൾ ഇവർക്കെല്ലാം ഒരു കുറച്ച് റെസ്പെക്ട് കൂടുതലാണ് കേട്ടോ. नाम क्या है चैनल का? ബൈ ആഷിർ. ബൈ ആഷിർ. भाई आशा। യാ. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഒരു വായിക്കിട്ടാത്ത പേരാണ്. ഫോണിൽ ക്യാമറ ഓൺ ആക്കി മൊത്തം എല്ലാ ആൾക്കാരും വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവൻ ഏതാണോ ആ ചെക്കൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും ഒന്നിച്ചു വന്ന് എന്നോട് ചോദിച്ചു നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, ഇവിടെ എന്താ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുത്ത്. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടലുണ്ട്. അപ്പം ജസ്റ്റ് ഇങ്ങനെ എടുത്ത കാര്യങ്ങളെല്ലാം പകർത്തിയിട്ടൊന്ന് ഇടാനാന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞപ്പോൾ നിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് അടിച്ചാ, കാരണം അനക്കന്നെ ഞെട്ടിപ്പോയി. ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് ചാനലും ഒന്ന് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉള്ളിനുള്ളിലൊരു സന്തോഷം, മറ്റേ റെസ്പെക്ട് തോന്നിപ്പോയി അനക്ക് എന്നോട് തന്നെ. ലാസ്റ്റ് ഞാൻ തന്നെ എൻ്റെ പേര് അടിച്ചു കൊടുത്ത്. എങ്ങനെ അവർക്ക് അടിച്ചിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ തന്നെ എൻ്റെ പേര് അടിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം ഇവിടെ ഇംഗ്ലീഷിലുള്ള ഇവർക്ക് അത്ര കുറവാണ്. ബംഗാളിയാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പം ഹിന്ദിയും അത്ര പോരാ. അപ്പം നമ്മൾ ഹിന്ദി തന്നെയാണ് സംസാരിക്കുക. കുറച്ചാൾക്ക് ഹിന്ദി അറിയില്ല. ഇവരുടെ ഭാഷ എന്ന് പറയുന്നത് ബാംഗ്ല എന്ന് പറയും. ഏകദേശം നമുക്ക് ഹിന്ദി പോലെ തന്നെ തോന്നാം നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ എല്ലാം ഏകദേശം ഹിന്ദി പോലെ തന്നെയാണ്. പക്ഷെ ഹിന്ദി പോലെയല്ല, നല്ല മാറ്റമുണ്ട്. ഏകദേശം കേൾക്കുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും, പക്ഷെ നല്ല ഡിഫറെൻ്റ് ഉണ്ട് അപ്പുറം ഇപ്പുറമെല്ലായി. അപ്പം നമുക്കറിയുന്നത് വെച്ചിട്ട് അങ്ങ് സംസാരിക്കൽ തന്നെ. പിന്നെ മെയിൻ ഇല്ലത് ഇവിടെ അടക്ക വിത്തില, ഇവർക്ക് ചവക്കല്, അത് മെയിൻ സംഭവമാണ്. ഒരു ഭാഗത്ത് അത് തന്നെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നിട്ട് അയാൾ എന്നോട് ചോദിക്കുന്നത് അന്നെയും കൂടി കൂട്ടിക്കോ വീഡിയോയിൽ. അപ്പം ഞാൻ പറഞ്ഞാ നിങ്ങളെയും കൂട്ടാപ്പാ. അപ്പം അങ്ങനെ മൊത്തത്തിൽ എടുത്ത് സെറ്റാക്കി. ഇത്രയേ ഉള്ളൂ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.